മാന്യ സദസ്സിന് നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് മനുഷ്യനും പ്രകൃതിയും നേർക്കുനേർ എന്നുള്ളതാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ഒന്നാണ് വയനാടിലെ ദുരന്തം, വയനാടിലെ പ്രകൃതിയുടെ സംഹാര താണ്ഡവം എന്ന് തന്നെ പറയാം. ഒരുപാട് പേരുടെ ജീവൻ നിഷ്കരുണമാണ് പ്രകൃതി അടിച്ചു മാറ്റിയത്, പ്രകൃതി കൊണ്ടുപോയത്. ഒരുപാട് പേരുടെ കണ്ണുനീർ വീണ ഒരു ഭൂമിയായി ആ ഗ്രാമം മാറി എന്നുള്ളതാണ്. ഒരിക്കൽ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്ന ആ ഒരു ഭൂപ്രദേശം ഇന്ന് വെറുമൊരു ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു എന്നത് ദുഃഖകരമായ വസ്തുതയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യ ഞെട്ടിയെങ്കിൽ ഇന്ത്യ ഞെട്ടാത്ത വേറൊരു കണക്ക് ഞാൻ പറയാം. ഇന്ത്യ ഞെട്ടാത്തൊരു കണക്കുണ്ട്. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ്, ഏറ്റവും മലിനമായിട്ടുള്ള വായുവുള്ള 100 നഗരങ്ങളുടെ കണക്കെടുത്താൽ അതിൽ 83 നഗരങ്ങൾ ഇന്ത്യയിലാണുള്ളത്. ഇത് കേട്ടിട്ട് ഇന്ത്യക്കാർ ഞെട്ടിയില്ല. ഇത് കേട്ടിട്ട് ഇന്ത്യക്കാർക്ക് ആർക്കും സങ്കടമോ പരിഭവമോ തോന്നിയില്ല. അവർ ഇതിനു വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തില്ല. പക്ഷേ പ്രകൃതി തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് വിഷമമായി. പ്രകൃതി തിരിച്ചടിച്ചപ്പോൾ ശരിയാണ്, ഒരുപാട് പേരുടെ ജീവൻ എടുത്തു, ശരിയാണ്, ഒരുപക്ഷെ കുടിയേറ്റക്കാരുണ്ടാകാം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ രാഷ്ട്രീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലാണ്. വേറൊരു വിഭാഗം നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം നിരീശ്വരവാദികൾ, വേറൊരു വിഭാഗത്ത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം. ഒരു നിമിഷം ഇതൊക്കെ വിട്ടിട്ട് മനുഷ്യനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി സോഷ്യൽ മീഡിയ കണ്ടിട്ട് വയനാട് ലാൻഡ് സ്ലൈഡ് സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയുടെ കുറ്റമാണ് ഇത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കുറ്റമാണോ അറിയില്ല, ഇത് ദൈവത്തിൻ്റെ കുറ്റമാണോ എൻ്റെ വിഷയമല്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഇത് മനുഷ്യൻ്റെ കുറ്റമാണ്. കാരണം ഒരു സമയത്ത് മരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്ന കേരളം, കേരവൃക്ഷങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്ന കേരളത്തിൽ ഇന്ന് എവിടെ നോക്കിയാലും മണ്ട പോയ തെങ്ങ് വല്ലതും കണ്ടാൽ കണ്ടു. തെങ്ങൊന്നും ഇല്ല ഇന്ന്, മരങ്ങളില്ല ഇന്ന്. ഇതൊന്നും കണ്ടിട്ട് കേരളീയരോ ഇന്ത്യക്കാരോ ഞെട്ടിയില്ല. അതുപോലെ പുഴകളിലെ മീനുകൾ ചത്തുമലച്ചു. കടലുകളിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളായി. മീനുകൾ അത് വിഴുങ്ങി അത് തൊണ്ടയിൽ കുടുങ്ങി അവർ കരക്കി ചത്തൊടുങ്ങി. ഇതൊന്നും കണ്ടിട്ടും മനുഷ്യരാശിക്ക്, ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക് യാതൊരുവിധ നോവോ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. പക്ഷേ പ്രകൃതി തിരിച്ചടിച്ചപ്പോൾ വേദനയുണ്ട്. കാരണം പ്രകൃതിക്ക് വേറെ വഴിയില്ല. പ്രകൃതിക്ക് വെള്ളം തിരിച്ചിങ്ങോട്ട് വരാതെ നിർത്തണമെങ്കിൽ മരങ്ങൾ വേണം. വൃക്ഷങ്ങളുടെ വേരുകളാണ് വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ അതിന് മരങ്ങളൊക്കെ വെട്ടിയില്ലേ? അവിടെ നിങ്ങൾ ഫ്ലാറ്റുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും ഉണ്ടാക്കി, നിങ്ങളവിടെ കോളേജുകൾ തുടങ്ങിയില്ലേ? കൊട്ടാരങ്ങൾ കെട്ടിയില്ലേ? നിങ്ങളവിടെ പാർട്ടി മന്ദിരങ്ങൾ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ പിന്നെ കുറ്റം ആരുടേതാണ്? മനുഷ്യൻ്റേത് തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റും ഞാൻ അതിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇതിനിടയിൽ പറയുന്ന നിരീശ്വരവാദികളോടാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ഇത് ദൈവം എവിടെയെന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമല്ല. നിങ്ങൾക്ക് ദൈവം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഉത്തരം വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു സംഭവം നടന്ന സമയത്ത് അവിടെ ആദ്യം എത്തിയത് മതസംഘടനകളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കൈ എവിടെയാണെന്ന് ചോദിക്കുന്നുവെങ്കിൽ, ഒരാൾക്ക് ചുറ്റും വെള്ളം മൂടി അന്നമില്ലാതെ വസ്ത്രമില്ലാതെ കിടന്നപ്പോൾ അവർക്ക് അന്നവും വസ്ത്രവും വച്ച് നീട്ടിയ കൈകളാണ് ദൈവത്തിൻ്റെ കൈകൾ. ഇനി ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറയുന്നവരോട്, അല്ലയോ സുഹൃത്തെ, ദൈവത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ എല്ലാവരെയും ഒന്നുപോലെ ശിക്ഷിക്കാനും മാത്രം എന്ത് തെറ്റാണ് വയനാട്ടിലുള്ളവർ ചെയ്തത്? ഇനി പൊളിറ്റിക്കൽ പാർട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ അവിടെ മരിച്ചു വീഴുന്ന ഓരോ ജീവനും വിലയില്ലേ നിങ്ങൾക്ക്? കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇതിന് സമയമായിട്ടില്ല എന്നാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വിജയിച്ചു പോയ ഒരു എംപിയുടെ വാക്കുകൾ, അതിന് സമയമായിട്ടില്ല എന്നാണ്. 300-ലധികം പേർ മരിച്ചിട്ടും സമയമായില്ലേ കേന്ദ്ര സർക്കാരെ നിങ്ങൾക്ക്? ഇനിയും സമയമായിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? മറ്റൊരു വിഭാഗക്കാരുടെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഒരു വകുപ്പ് ഭരണഘടന ഇല്ലെന്നാണ്. ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുഭാഗം നിങ്ങൾ കാണുന്നില്ല. എന്തെന്നാൽ ദേശീയ ദുരന്തമെന്ന് പ്രഖ്യാപിക്കാൻ ഒരു വകുപ്പില്ലാത്തത് ദേശീയ ദുരന്തമില്ലാത്തത് കൊണ്ടല്ല. ഇന്ത്യയിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തത്തെയും ഒന്നുപോലെ കേന്ദ്ര സർക്കാർ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ദേശീയ ദുരന്തമില്ലാത്തത്. അത് കാണാൻ പൊളിറ്റിക്കൽ പാർട്ടികളെ നിങ്ങൾക്ക് കണ്ണില്ലേ? അതുകൊണ്ട് പഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുന്നതിന് പകരം ഇത് പ്രകൃതിയുടെ ശിക്ഷയാണെന്ന് മനസ്സിലാക്കുക, ഇത് പ്രകൃതിയുടെ മറുപടിയാണെന്ന് മനസ്സിലാക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ എടുക്കുക. അത് വെറുതെ അതും പറഞ്ഞ് കാശ് പിടുങ്ങാനുള്ള ഒരു വഴിയല്ല. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കാശ് തട്ടിമാറ്റാനുള്ള ഒരു വേദിയല്ല പ്രകൃതി സംരക്ഷണം. എത്രയോ പോളിസികൾ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാക്കിയിട്ടും അതൊന്നും ഇന്ത്യയിലും കേരളത്തിലും കാണുന്നില്ലല്ലോ. ആ കാശൊക്കെ എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ, മതസംഘടനകൾ എന്ന് മാത്രമല്ല നിരീശ്വരവാദികളായാലും എല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല മനുഷ്യരാശിയുടേതാണ്. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രമല്ല, ഈ മനുഷ്യരാശിയുടെ മുഴുവൻ കടമയാണത്. അത് നിറവേറ്റാത്താത്തിടത്തോളം പ്രകൃതി നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി തന്നുകൊണ്ടേയിരിക്കും. പ്രകൃതി നിങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളത് കേട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. കാരണം
സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് പ്രകൃതി നിയമം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.